ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് 3-4 പ്രാവശ്യമായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിരിക്കുന്ന പരിപ്പ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വിസിലടിക്കുമ്പോൾ അങ്ങനെ ചെതറി തെറിക്കുകയൊക്കെ ചെയ്യും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 3 വിസിലടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ പാകമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും നമ്മുടെ കറിയിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള അളവിലുള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയേ. ഇനി നമ്മൾ ഈ കറിയിലേക്ക് സാമ്പാർ പൊടിയല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. കുറച്ച് പൊടികളൊന്ന് മൂപ്പിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ എണ്ണ ചേർക്കാതെ ഒന്ന് മൂപ്പിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വറുത്ത് പൊടിച്ചിട്ടുള്ള ഒരു 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിരുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒറ്റ സ്റ്റീം അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു സ്റ്റീം അടിച്ച കുക്കറിൻ്റെ എയറൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ ഒന്ന് താളിച്ചും കൂടി എടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ളൊരു സാമ്പാർ ഒന്ന് തയ്യാറാക്കി നോക്കുകയും നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി തരണേ. അതുകൂടാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.